എൻ്റെ പ്രിയപ്പെട്ട വനിതകളെ, ഈ സ്ത്രീ പീഡന പർവം കേരളത്തിൽ എപ്പോഴും നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയുള്ള സ്ത്രീ പീഡന പർവങ്ങൾ. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, അതായത് നിലമേലിലെ വിസ്മയ എന്ന പെൺകുട്ടി, ആ വിസ്മയ എന്ന കുട്ടിയെ സ്ത്രീ പീഡനത്തിനിരയായി അവൾ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തു കഴിഞ്ഞ് അവളുടെ ഭർത്താവായ കിരൺ കുമാറിന് 10 വർഷ തടവ് ശിക്ഷ കൊല്ലം ജില്ലാ കോടതി വിധിച്ചപ്പോ ആ വിധിന്യായത്തിൽ കോടതി എഴുതിയത് എന്താണ് എന്ന് ഞാൻ വായിക്കട്ടെ. ഭർത്താവിന്റെ ജംഗമ സ്വത്തല്ല ഭാര്യ, അവൾക്ക് വ്യക്തിത്വവും അന്തസ്സുമുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഗന്ധം അന്തസ്സാണ്. എപ്പോൾ അന്തസ് നഷ്ടപ്പെടുന്നുവോ അപ്പോൾ ജീവിതത്തിന്റെ ശ്വാസം തന്നെയാണ് നിലയ്ക്കുന്നത്. ഈ വാക്കുകൾ വളരെ ശരിയായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മളിവിടെ എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? കേരളത്തില് എന്നും നമ്മൾ കേൾക്കുന്നു, എത്രയോ സ്ത്രീ പീഡന കഥകളാണ് നാം കേൾക്കുന്നത്. പോരാത്തതിന് നമുക്കറിയാം, ഇപ്പോ ഈ എന്താ പറയുക, സ്മാർട്ട് ഫോൺ ഒക്കെ വന്നതിന് ശേഷം വിഡ്ഢികളായ സ്ത്രീകള്, വിഡ്ഢികളായ പുരുഷന്മാര്, ഞാൻ അവരെ പറ്റി അങ്ങനെയാ പറയുന്നത്. ഏതിനും ഒരു അസ്ഥാനസ്ഥമായത് എന്തോ അതാണ് അസുന്ദരം. ഓരോന്നിനും കൊടുക്കേണ്ട വിലയുണ്ട്, ഓരോന്നിനും കൊടുക്കേണ്ട സമയമുണ്ട്. അതിലുപരി ഏതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാല് തീർച്ചയായിട്ടും അത് വിഡ്ഢിത്തമാണ്. അപ്പൊ അങ്ങനെ വിഡ്ഢിത്തമാണ് ഈ സ്മാർട്ട് ഫോണും കൊണ്ട് ഒരുപാട് സമയം, അതായത് ഒരു ദിവസത്തിന്റെ ഏറ്റവും മൂല്യവത്തായ, നമ്മൾ എപ്പോഴും ഓർക്കണം, ടൈം ഈസ് മണി, സമയം പണമാണ്. ഇത് പൂർവികർ പറഞ്ഞ വെറും ഒരു ചൊല്ലല്ല. അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, പോയ സമയം പോയി, ടൈം ഈസ് മണി എന്ന് പറയുമ്പോൾ അതും കൂടി നമ്മൾ ഓർക്കണം. നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സെക്കൻഡ് തിരിച്ചു വരില്ല. അപ്പോൾ ഓരോ സെക്കൻഡും, അതായത് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് തന്നെ വളരെ ഷോർട്ടാണ്. ആ ഷോർട്ടായിട്ടുള്ള മനുഷ്യ ജീവിതത്തില് നമുക്ക് കിട്ടുന്ന ഓരോ മിനിറ്റും ഏറ്റവും യുക്തിസഹമായി ഫലപ്രദമായി ജീവിച്ചു തീർക്കേണ്ടതാണ്. അതിന് പകരം സ്മാർട്ട് ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ സംസാരിച്ചു ആരോടെങ്കിലും ഒക്കെ സൗഹൃദം പറയുക, അങ്ങനെ നമുക്കറിയാം, വളരെ ദൂരെ ഇരുന്ന് നമ്മളോട് മണിക്കൂറുകളോളം സൗഹൃദം പങ്കിടാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ അതൊക്കെ വെറും ചാബല്യങ്ങളാണ്, അതിലൊന്നും സത്യസന്ധതയില്ലെന്ന്. അങ്ങനെ വസ്തുനിഷ്ഠമായും സത്യസന്ധതയോടെയും സംസാരിക്കുന്നവർക്ക് കണ്ടമാനം സമയം നഷ്ടപ്പെടുത്താൻ കാണില്ല. ജീവിതത്തെ മൂല്യവത്തായി കാണുന്നവരൊക്കെ എല്ലാ കാര്യങ്ങളിലും സമയനിഷ്ഠ പാലിക്കും. ഓരോന്നിനും ഇത്ര സമയം എന്ന രീതിയിൽ സമയം കൃത്യമായി പങ്കിട്ടായിരിക്കും ഓരോന്നിനു വേണ്ടിയും ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത്, ഞാൻ പറഞ്ഞു വരുന്നത്, അതായത് ഈ സ്ത്രീ പീഡന കഥകൾ തുടർക്കഥകളായി മാറുകയാണ് കേരളത്തില്. പെൺകുട്ടികളെ അതായത് കേരളത്തിൽ ഒരുപാട് പുരുഷന്മാര്, അതായത് യങ്സ്റ്റേഴ്സ്, നമുക്കറിയാം, എന്താണ്, ലഹരിക്ക് അടിമപ്പെടുന്നവരുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ആർക്കും തൂമ്പ പിടിച്ച് കളിക്കാൻ ഇഷ്ടമല്ല. പിന്നെ എല്ലാവർക്കും IAS ജോലി തന്നെ വേണം, അതാ ഇവരുടെ ആഗ്രഹം. അതുകൊണ്ടാണല്ലോ ലക്ഷക്കണക്കിന് 25, 30, 35 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് സാധാരണ ജോലികളിൽ ഏർപ്പെടുന്നത്. ഏത് തൊഴിലും അഭിമാനമാണ് എന്ന് മനസ്സിലാക്കാത്ത വിദ്യാഭ്യാസം എന്ത് തരം വിദ്യാഭ്യാസമാണ് എന്ന് ഞാൻ അത്ഭുതം കൂറാറുണ്ട്. അപ്പോ എനിക്ക് പറയുന്നത്, ഞാൻ തന്നെ എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ പ്രായത്തിലും വേണ്ടത്ര വെജിറ്റബിൾസ് ഞാൻ തന്നെ എൻ്റെ വീട്ടിലെ കൊച്ചു പറമ്പിൽ കൃഷി ചെയ്തുണ്ടാക്കാറുണ്ട്, അത് നനയ്ക്കാറുണ്ട്, അതിനുവേണ്ടി കിളയ്ക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ രാത്രി 12 മണി വരെ ഞാൻ ഇരുന്ന് ജോലി ചെയ്യുന്നു. എന്താണ്, 10 മുതൽ 12 വരെ 3 പത്രം വായിച്ച് അതിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കട്ട് ചെയ്ത് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടാണ് ഉറങ്ങാൻ 12 മണിക്ക് പോവുക. അപ്പൊ 18 മണിക്കൂർ ഞാൻ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടുത്തെ യുവാക്കളോട് നിങ്ങൾ അതൊന്ന് പറഞ്ഞു കൊടുക്കുമോ? നിങ്ങളുടെ വീട്ടിൽ മക്കൾ ഉണ്ടെങ്കിൽ ഈ 18 മണിക്കൂർ ജോലി ചെയ്യുന്നവരെ പറ്റി, അങ്ങനെ 18 മണിക്കൂർ ജോലി ചെയ്യാൻ ഇവിടെയുള്ള യുവാക്കൾ സന്നദ്ധരാകുമോ? അങ്ങനെ സന്നദ്ധരാകുമെങ്കിൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ, അതായത് 6 വയസ്സുള്ള കുഞ്ഞിനെ വരെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന തരത്തിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് ജോലി ചെയ്യേണ്ടി വരില്ല. നമ്മുടെ പുരുഷന്മാർ, നമ്മുടെ യുവാക്കൾ ഭാര്യയെ അന്വേഷിക്കുന്ന ഒരു പെണ്ണിനെ, ഒരു
വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയെ നോക്കി നടക്കുന്നവർ അവൾ എത്ര ടൺ സ്വർണം കൊണ്ടുവരും, അവൾ കൊണ്ടുവരുന്ന സ്വർണം കൊണ്ട് എനിക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമോ, ഒരു ചെറുവിരൽ അനക്കി ഒരു ജോലിയും ചെയ്യാതെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കില്ല. അവൻ ആണത്വമുള്ളവനായിരിക്കും. അവൻ ഒരു 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 സഹധർമ്മിണിയെ അന്വേഷിക്കുന്നുവെങ്കിൽ ആ സഹധർമ്മിണിയോടൊപ്പം ജോലി ചെയ്യാനും ആ സഹധർമ്മിണിയോടൊപ്പം സുഖദുഃഖങ്ങൾ പങ്കിടാനും ആഗ്രഹിക്കുന്നവനായിരിക്കും. അവന്റെ ജീവിതത്തിലേക്ക് സ്വർണം അല്ലെങ്കിൽ സ്ത്രീധനം ഒരു പ്രശ്നമേ ആയി കടന്നു വരികയില്ല.